morning, dear students. So in the last class, I have said about the production function. പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അത് എക്സ്ക്ലൂഡഡ് ആയിരിക്കും നമ്മുടെ സിലബസ് എന്നുള്ളത്. അത് ശരിയാണ്, എക്സ്ക്ലൂഡഡ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ അവർ സിലബസ്. സോ നമ്മൾ ആ ഭാഗം അപ്പൻഡിക്സ് ആയിട്ടും തന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വായിക്കാവുന്നതാണ്, വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ സിലബസിൻ്റെ ഭാഗമായിട്ടത് ഇല്ല. ഓക്കെ, ആൻഡ് ദെൻ നമുക്കതിൽ ഏകദേശം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കൊരു 2 മാർക്ക് ക്വസ്റ്റ്യനിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് എടുത്ത ഭാഗത്തിന് കിങ്ക്ഡ് ഡിമാൻഡ് കർവ്, പ്രൈസ് ലീഡർഷിപ്പ് എന്താണ്, ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ് എന്താണ്, അങ്ങനെയൊക്കെ ഒരു 2 മാർക്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വരുന്നത് ഡെഫിനിഷൻസ് ആണ്. ഡെഫിനിഷൻസിൽ നമുക്ക് പെർഫെക്റ്റ്ലി ഇന്നെലാസ്റ്റിക്, ഇക്വിലിബ്രിയം പ്രൈസ് എന്താണ്, മോണോപോളി, ഓക്കെ, ദെൻ ഡുവോപോളി, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്, മാർക്കറ്റ് എന്താണ്, ഇങ്ങനെയൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് 4 മാർക്സിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒലിഗോപോളി എന്തൊക്കെയാണ്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മോണോപോളി ആൻഡ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മോണോപോളി, അങ്ങനെ വരുന്ന ഡിസ്റ്റിങ്ഷൻസ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇനി അതിൽ നമുക്ക് എസ്സേ ആയിട്ട് വരുന്നത് എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഹൗ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഇക്വിലിബ്രിയം ആർ റീച്ച്ഡ്, ഒരു ഫേമിൻ്റെയും എങ്ങനെയാണ് ഇക്വിലിബ്രിയം പോയിന്റിൽ റീച്ച് ചെയ്യുന്നത് എന്നുള്ളത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് മോണോപോളിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, മോണോപോളി, അതിൻ്റെ ഫീച്ചേഴ്സ്, പ്രൈസ് ഡിറ്റർമിനേഷൻ, അതിൽ വരുന്ന ഡിസ്ക്രിമിനേഷൻ, അങ്ങനെ ചോദിക്കാം. ഇതൊക്കെയാണ്. പിന്നെ വരുന്നത് ഇക്വിലിബ്രിയം പ്രൈസ്, അതിൻ്റെ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓൺ ഇക്വിലിബ്രിയം പ്രൈസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ നമുക്ക് എസ്സേ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓൾമോസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ചാപ്റ്റർ ഇസ് ഫുൾ ഓഫ് ഗ്രാഫ് ആൻഡ് റിലേറ്റഡ് വിത്ത് how firm determines how different firms in an industry, when they will enter in the industry, when they leave the industry, how will a firm is affected in the industry എന്നുള്ള രീതിയിലുള്ള പല കാര്യങ്ങളാണ് കഴിഞ്ഞ 2 ചാപ്റ്ററിലും നമ്മൾ തലപുകഞ്ഞ് പഠിച്ചേർന്ന ഒരു കാര്യങ്ങൾ. ഓക്കെ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 ചാപ്റ്ററിലും നമുക്കൊന്നും മാറ്റി വയ്ക്കാനായിട്ട് ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് എത്തിയേക്കാണ്. പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയാൻ കാരണം ദറ്റ് ഈസ് എൻ്റെ ലാസ്റ്റ് പോർഷൻ. ഇത് കഴിഞ്ഞാൽ നമുക്ക് 5th ചാപ്റ്ററും കൂടി ഉണ്ട്. 5th ചാപ്റ്റർ നമുക്ക് സുധമിസാണ് എടുക്കുന്നത്. സോ 4th ചാപ്റ്ററിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഏകദേശം ഈ ചാപ്റ്ററോട് കൂടിയിട്ട് നമ്മുടെ ഇക്കണോമിക്സ് വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് 4th ചാപ്റ്റർ എന്ന് പറയുന്നത് ഇസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡഡ് വിത്ത് ദി ഇന്ത്യൻ ഇക്കോണമി. എന്താണ് ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയുടെ പൊസിഷൻ എന്താണ്, വാട്ട് മേക്സ് ടു റീച്ച് ദാറ്റ് പെർട്ടിക്കുലർ പൊസിഷൻ എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, so first thing is they've given you the basic characteristics of the Indian economy. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്പിംഗ് കൺട്രിയാണ്. പക്ഷേ നമ്മുടെ APJ അബ്ദുൽ കലാം സർ പറഞ്ഞിട്ടുള്ളത് ഡോണ്ട് സേ ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി, ഇറ്റ് ഹാസ് ബീൻ ഡെവലപ്ഡ് എന്നാണ് ആളെപ്പോഴും പറയാറ്. Okay, so though developing, the Indian economy is characterized by low per capita income, low standard of living, low quality of life, predominance of agriculture as the source of livelihood, high level of poverty, big inequalities in the distribution of income. ഇങ്ങനെയാണ് ഇന്ത്യൻ ഇക്കോണമിയുടെ കിടപ്പ് എന്ന് പറയുന്നത്. ഇപ്പോഴും ഉണ്ട് ബിലോ പോവർട്ടി ലൈനിലുള്ള ആൾക്കാരെ, വെരി ലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉള്ള ആൾക്കാരെ, അതേപോലെ തന്നെ ഇൻകം
വെൽത്ത് എന്നുള്ള കാര്യത്തിലൊക്കെ ഹൈ ഇൻഇക്വാലിറ്റീസ് ഉണ്ട്. ഇപ്പോഴും എത്രയോ ഫാമിലീസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് upon the agriculture for their livelihood എന്നുള്ള ആൾക്കാരുണ്ട്. Even though these are the areas of concern, it is important to recognize the fact that India is presently one of the fastest growing economies of the world, and there is a consensus that India is an emerging economic superpower. Important characteristics of the Indian economy are as follows. അപ്പോൾ ഇപ്പോഴും വെൻ വി കമ്പയർ വിത്ത് ദി അതർ കൺട്രീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇന്ത്യ ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡെവലപ്പിംഗ് കൺട്രി എന്നുള്ളതാണ്. സോ വി ആർ ഗ്രോയിങ് ഫാസ്റ്റ്ലി എന്നുള്ളത് തന്നെയാണ്. ഒരു ഏകദേശം 1990s അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ നിന്നിട്ടുള്ളൊരു സമയമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 40% ഗ്രോത്ത് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ റെക്കോർഡ്സ് പറയുന്നത്. ഓക്കെ, സോ വിൽ ഗോ ടു ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇന്ത്യൻ എക്കോണമി. ഓക്കെ, ദ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഏകദേശം 10 points ഉണ്ട്. ദ ഫസ്റ്റ് പോയിൻ്റ് ഇസ് ലോ പെർ ക്യാപിറ്റ ഇൻകം. സോ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ economies were classified as underdeveloped and developed. Underdeveloped was changed to developing economies. Since developing economies had huge variations in income, the World Bank started classifying economies into low income, lower middle income, upper middle income and high income. അങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. ഓക്കെ, വേൾഡ് ബാങ്ക് നമ്മളിന് ഡിവൈഡ് ചെയ്തേക്കുന്നത് ഒന്ന് പീപ്പിൾ കമ്മിങ് അണ്ടർ ലോ ഇൻകം, ലോവർ മിഡിൽ, അപ്പർ മിഡിൽ ആൻഡ് ഹൈ ഇൻകം എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇപ്പോൾ അടുത്ത കാലത്ത് ചെയ്തതാണ്. സോ ഓൺ 1st July 2016 നോക്കുകയെന്നുണ്ടെങ്കിൽ ലോ ഇൻകം എക്കണോമീസ് എന്ന് പറയുന്നത് ആർ ഡിഫൈൻഡ് ആസ് ദോസ് വിത്ത് എ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് $1,025 or less in 2015 എന്നുള്ളതാണ്. അതേപോലെ തന്നെ മിഡിൽ ഇൻകം എന്ന് പറയുമ്പോൾ ലോവർ മിഡിൽ ഇൻകം എന്ന് പറയുന്നത് $1,026 ആണ്. അതേപോലെ അപ്പർ മിഡിൽ എന്ന് പറയുമ്പോൾ $4,035 ആണ്. ആൻഡ് $12,475 മീതെ വരുന്നവരിനെയാണ് നമ്മൾ ഹൈ ഇൻകം എക്കണോമീസ് എന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യ വിത്ത് എ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് $1,800 ഇസ് എ ലോവർ മിഡിൽ ഇൻകം ഇക്കണോമി എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ തരുന്ന റിപ്പോർട്ടുകളാണ്. ആൻഡ് ദെൻ though low by international standards, India's per capita income is rising fast. അപ്പോൾ നമുക്ക് ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ദറ്റ് ഈസ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് കുറവാണെന്നുണ്ടെങ്കിലും പക്ഷേ വി ആർ റൈസിങ് ഫാസ്റ്റ് എന്നുള്ളതാണ് അവരുടെ കണക്കുകൾ പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് പിന്നെ വരുന്ന ഒരു കാര്യമാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലോ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ലോ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നുള്ളതാണ്. ലോ പെർ ക്യാപിറ്റ ഇൻകം ലീഡ്സ് ടു ലോ സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിങ്. അല്ലേ, നമുക്ക് പെർ പേഴ്സണിന് ലോ ഇൻകമാണ് കിട്ടുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലേക്ക് തന്നെയാണ് പോകുക. ലോ ഇൻകം, വൈഡ് സ്പ്രെഡ് പോവേർട്ടി ആൻഡ് ഹൈ ഇൻഇക്വാലിറ്റീസ് lead to low living standards and low quality of life. Millions of people live in poverty and majority have very low standards of living. അപ്പോൾ ഇപ്പോഴും ഇന്ത്യയുടെ പല ഭാഗങ്ങളും നമ്മൾ സന്ദർശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാനായിട്ട് സാധിക്കും. നമുക്ക് സൗത്ത് ഇന്ത്യനെ നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരുവിധം വലിയ കുഴപ്പമില്ല. ഓക്കെ, എന്നാലും ഒരു പരിധി വരയ്ക്കുമുള്ള ആൾക്കാർ മാത്രമാണ് നമുക്കൊരു കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ആൾക്കാരാണ് ഒരു ലോവർ ലെവലിലേക്ക് പോകുന്നത്. പക്ഷേ വെൻ യു മൂവ് ഓൺ ടു നോർത്ത് ഇന്ത്യ നോർത്തിലേക്ക് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ
ബിലോ പോവർട്ടി ലൈനിന് വരുന്ന ആൾക്കാരാണ് മിക്കവരും അവിടെ വരുന്നത്. വെരി ഹൈ ഡിഫറൻസ് ആണ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് വെൽത്ത് എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു ഡിഫറൻസ്. ഡിസ്ട്രിബ്യൂഷൻ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാനായിട്ട് സാധിക്കും. അത്രയും വേരിയേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ചെറിയ ടെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അവർക്ക് താമസിക്കാനായിട്ട്. എൻറ്റയർ ഫാമിലി ലിവ്സ് ഇൻ എ സ്മോൾ ടെൻറ്റ്. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക, കേരളത്തിനെ റിലേറ്റ് ചെയ്തൊക്കെ നോക്കുമ്പോൾ ഇത്രയും വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലുള്ള ജീവിതം വളരെ കുറവേ ഉള്ളൂ. അതേപോലെ നമ്മൾ പിന്നെ കുറച്ചും കൂടിയും നമുക്ക് അങ്ങനത്തെ ഒരു ജീവിതം കാണാൻ വളരെ മോശമായിട്ട് ബിലോ പോവർട്ടി ലൈനിൽ വരുന്ന ആൾക്കാർ നമ്മൾ കാണുന്നത് പിന്നെ തമിഴ്നാട്ടിലായിരിക്കും. പിന്നെ ബാംഗ്ലൂരിൻ്റെ ഔട്ട്സ്കേർട്സിൽ കുറച്ച് പേര് അങ്ങനെയുണ്ട്, കർണാടക. ഓക്കെ, സോ അങ്ങനെ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെൻ യു കമ്പയർ വിത്ത് ദി നോർത്ത് ഇന്ത്യ വളരെ കുറച്ചാണ്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദി പോപ്പുലേഷൻ എന്ന് പറയുന്നതും നമുക്ക് അത്രയും ഒരു എന്താ പറയുക, അവിടെ ചെന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ സ്ഥലങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരു ചെറിയ ടെൻറ്റിൻ്റെ ഉള്ളിൽ, ഒരു ചെറിയ ഷെഡിൻ്റെ ഉള്ളിൽ അവർക്ക് തന്നെ അറിയില്ല, നിശ്ചിതമായിട്ട് അവർക്കൊരു ഓൺ പ്ലേസ് ഇല്ല. ദേ ജസ്റ്റ് ട്രാവൽ ഓൺ എന്നുള്ള പോലെയാണ്. എവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവർ വേറൊരു സ്ഥലത്തേക്ക്, അവർക്ക് കൊണ്ടുപോകാനൊന്നും അധികം സാധനങ്ങളൊന്നുമില്ല. ഒരു ചെറിയ ടെൻറ്റ് മാത്രമേ അവർക്ക് കൊണ്ടുപോകാനായിട്ടുള്ളൂ. അതിലേക്ക് ഒതുങ്ങാവുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു വീട്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ഥലം എന്നുള്ള ഒരു സ്വപ്നമൊന്നും അവർക്ക്, അതൊക്കെ ഒരു ഡ്രീമായിട്ട് തന്നെയാണ് അവർക്ക് ഇപ്പോഴും അവിടെ നിൽക്കുന്നതെന്ന് പറയാം. ദി UN Human Development Report ranks countries based on Human Development Index. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റാങ്ക് ചെയ്യുന്നത്. In the latest HDR, India is ranked as 131 പൊസിഷൻ എത്തിയിട്ടുള്ളത് in the group of 188 countries. This is indeed very low, but the positive factor is that India's ranking is improving over the years. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഏകദേശം ഒരു 40-46% ആണ് നമ്മൾ ഗ്രോത്ത് കൈവരിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ റിപ്പോർട്ട് പറയുന്നത് 131st റാങ്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഔട്ട് ഓഫ് 188 കൺട്രീസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ 1990 നോക്കുക, 1990 വന്നിട്ടുള്ള മാറ്റമാണ്. 46% ആണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളത്. സോ 1.52% ആനുവലി വെച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ദോ നമ്മൾ ബിലോ പോവർട്ടി ലൈനാണ്, ലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും വി ആർ ഇംപ്രൂവിങ് എന്നുള്ളതാണ് നമ്മുടെ വാസ്തവം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഇസ് എക്സസീവ് ഡിപ്പെൻഡൻസ് ഓഫ് അഗ്രികൾച്ചർ. The proportion of people engaged in agriculture will decline. Also, the contribution of agriculture to GDP will decline. കാരണം ആൾക്കാർ അഗ്രികൾച്ചറിൽ എൻഗേജ് ചെയ്യുന്ന കാര്യം വളരെ കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിലും നമുക്ക് ദാറ്റ് ഈസ് നമ്മുടെ കോൺട്രിബ്യൂഷനും നമുക്ക് വളരെ കുറച്ചാണ് അഗ്രികൾച്ചറിൻ്റെ ഭാഗത്ത് വെച്ച് ഉണ്ടായിട്ടുള്ളൂ. In India, even though the contribution of agriculture to GDP has declined, the proportion of workforce dependent on agriculture has not declined adequately. In India, even now, agriculture employs the largest share of the labor force. The excessive dependence on agriculture എന്ന് പറയുന്നത് is not so good. അല്ലേ, എക്സസ് ആയിട്ട് നമ്മൾ അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി ഗ്രോത്തിനെ വളരെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളത് തന്നെയാണ്. In 2016, nearby, almost 52% of the total working population of a country was engaged in agriculture and allied activities. The contribution of this 52% to GDP was only 17.3%. ഏകദേശം 52% of the people are engaged
നമ്മുടെ ഇന്ത്യയിൽ ടോട്ടൽ പോപ്പുലേഷൻ്റെ 52% ഓഫ് ദി പീപ്പിൾ ആർ എൻഗേജ്ഡ് ഇൻ ദി അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്. അഗ്രികൾച്ചറും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുന്നത്. പക്ഷേ GDPക്ക് നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചറിൻ്റെ പാർട്ടിൽ നിന്നും 17.3% ആണ് സംഭവിച്ചിട്ടുള്ളത്. If 52% of workforce is producing only 17.3% of GDP, it is a reflection of the poor productivity in agriculture. So what the report says എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 52% of the total peopleും ആർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ പോലും അതിനുള്ള ഒരു എന്താ പറയുക, അതിൻ്റെ പ്രൊഡക്ഷനോ അതല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡ്യൂസ് നമ്മൾ GDPക്ക് കൊടുത്തിട്ടുള്ളത് ഓൺലി 17.3%. സോ നമ്മൾ ഇത്രയും പേര് എൻഗേജ്ഡ് ആയിട്ടും അതിൽ നിന്ന് റിസൾട്ട്സ് എന്ന് പറയുന്നത് വളരെ പുവർ റിസൾട്ട്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ അത് തന്നെയാണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നതും. പുവർ പ്രൊഡക്ടിവിറ്റി ഇൻ അഗ്രികൾച്ചർ തന്നെയാണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ 52% ഓഫ് ദി പീപ്പിൾ എൻഗേജ്ഡ് ആയിട്ടും ഓൺലി 17% ഓഫ് ഔട്ട്പുട്ടാണ് നമുക്ക് ആകെ കൂടി GDPയിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് സൈൻ എന്നുള്ളതാണ്. അതേപോലെ തന്നെ അൺഫേവറബിൾ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ്. India's demographic characteristics are indicative of a developing economy. High birth rate, high growth rate of population, high maternal and infant mortality rate, low female literacy and poor educational attainments are indicative of poor development. ഇപ്പോഴും ഹെൽത്തി ബേബീസ് അല്ലെങ്കിൽ ഹെൽത്തി ചിൽഡ്രൻ അങ്ങനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദി കിഡ്സ് ആർ നോട്ട് ഹെൽത്തി ബിക്കോസ് ഓഫ് ലോ ന്യൂട്രിയൻസ്. അപ്പം നമ്മളവർക്ക് കൊടുക്കുന്നത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അല്ല എന്നുള്ളതാണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇന്ത്യാസ് പോപ്പുലേഷൻ ദാറ്റ് ഈസ് ഓൾസോ ഗ്രോയിങ് ടു ഹൈ എന്നുള്ളതാണ്. ഹൈ ഗ്രോത്ത് റേറ്റ് ഓഫ് പോപ്പുലേഷൻ, ഹൈ മെറ്റേണൽ ആൻഡ് ഇൻഫൻറ്റ് മൊർട്ടാലിറ്റി റേറ്റും കൂടുതൽ തന്നെയാണ്. അതേപോലെ ഫീമെയിൽ ലിറ്ററസി കുറവാണ്. പുവർ എഡ്യൂക്കേഷണൽ അറ്റൈൻമെൻറ്റ്സ്, അപ്പോഴും അവിടെ എന്താണ് വരുന്നത്, ഇതിൻ്റെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, പുവർ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. ഓക്കെ, എക്സ്ക്യൂസ് മീ. There is a steady improvement in all parameters. Highlights of Indian population are summarized below. അപ്പോൾ സ്റ്റഡി ഇംപ്രൂവ്മെൻ്റ് ഉള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ടേബിളിൽ തന്നിട്ടുണ്ട്. നമുക്ക് കുറേ എന്താ പറയുക, ഹൈ ബർത്ത് റേറ്റ് ഉണ്ട്, പോപ്പുലേഷൻ റേറ്റ് കൂടുതലാണ്, മൊർട്ടാലിറ്റി റേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ലോ ഫീമെയിൽ ലിറ്ററസി. ഇപ്പോഴും സ്ത്രീകളിനെ അവരൊരു പ്രായം കഴിഞ്ഞാൽ ആഫ്റ്റർ 12 years they are not supposed to go out and take up their higher studies എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും പല വില്ലേജുകളിലും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, പുവർ എഡ്യൂക്കേഷണൽ അറ്റൈൻമെൻറ്റ്സ്, കൃത്യമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ഇപ്പോഴും പല സ്ഥലത്തും എത്തിയിട്ടില്ല. ഒരു മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫൈ ചെയ്യണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ഇപ്പോഴും പീപ്പിളിന് വന്നിട്ടുമില്ല. സോ അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റും അതേപോലെ തന്നെ ആ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ മക്കളെ നമ്മൾ പഠിക്കാനായിട്ടൊക്കെ ആയിട്ട് നമ്മൾ വിടുള്ളൂ. ഇത് ഒന്നും താല്പര്യമില്ലാത്ത കാരണം നമ്മൾ എന്ത് ചെയ്യില്ല, അവരെ എവിടേക്കും വിടില്ല. 12 വയസ്സ് കഴിഞ്ഞ പെൺമക്കളെ നമ്മൾ അകത്തിരുത്തുള്ളൂ. ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ആക്ടിവിറ്റീസിൽ അവർ എൻഗേജ്ഡ് ആണ്. സോ എഡ്യൂക്കേഷണൽ സിസ്റ്റം എല്ലായിടത്തേക്കും എത്തുന്നില്ല. എല്ലാ കാര്യങ്ങളിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇംപ്രൂവ്മെൻറ്റ് കാണുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ,
പക്ഷേ സ്റ്റഡി ഇംപ്രൂവ്മെൻറ്റ് പല പാരാമീറ്റേഴ്സിലും സംഭവിച്ചിട്ടുണ്ട്. അത് ഏതിലേക്കാണ്? പോപ്പുലേഷൻ സ്റ്റഡി ഇൻക്രീസാണ്, ഓക്കെ, ഇംപ്രൂവ്മെൻ്റ് ആണ്. ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, population growth rate, density of population, urban population, infant mortality, maternal mortality, life expectancy, literacy, median age. There is considerable improvement in India's demographic features. അപ്പോൾ ഇതിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻക്രീസ് അല്ലെങ്കിൽ ഇതിലൊക്കെ ഒരു ഇംപ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, അൾട്ടിമേറ്റ്ലി നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വെരി ലോ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എക്സിസ്റ്റൻസ് ഓഫ് ക്രോണിക് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്, അതായത് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. Rapid growth of population coupled with inadequate growth of secondary and tertiary occupations are responsible for the occurrence of chronic unemployment and underemployment problem in our country. Developed countries succeeded in largely solving the problem of unemployment by moving people from agriculture to industry and services. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ഇൻഡസ്ട്രീസിൻ്റെ ഗ്രോത്ത് ഉണ്ടായാൽ മാത്രമാണ് ഒരു നാടിന് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അതാണ് ഈ പറയുന്ന പോയിന്റിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ പീപ്പിൾ ഫ്രം ദി അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് ദേ ഹാവ് ടു ഷിഫ്റ്റ് ടു ദി ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസസ് ആക്ടിവിറ്റീസ്. ദെൻ ഓൺലി ദർ വിൽ ബി ഇംപ്രൂവ്മെൻറ്റ് ഫോർ ദി കൺട്രി. എക്കണോമിക് ഇംപ്രൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രീസും സെൽഫ് എംപ്ലോയ്മെൻറ്റും അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്താലാണ് അൺഎംപ്ലോയിഡ് പീപ്പിളിനെ കുറച്ചും കൂടിയും നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. In India, even now 52% of workforce is engaged in agriculture. Excess workforce in agriculture has created the problem of disguised unemployment. Disguised unemployment is a special kind of unemployment where more people work in agriculture than is required. Disguised unemployment എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. എവിടെയാണോ ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാർ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള ആൾക്കാർ അതിലേക്ക് എൻഗേജ് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും, അല്ലേ? നമ്മൾ സെക്കൻഡ് പോയിന്റിൽ നമ്മൾ പറഞ്ഞത് എക്സസീവ് ഡിപ്പെൻഡൻസ് ഓഫ് അഗ്രികൾച്ചർ, അതായത് 2 പേര് വേണ്ടിടത്ത് 10 പേരാണ് അവിടെ നിൽക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ 8 people ആർ മോർ, അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതായത് നമുക്ക് എത്ര പേരാണോ ജോലിക്ക് വേണ്ടത് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യേണ്ടത്, അതിൻ്റെ ഇരട്ടി ആൾക്കാരാണ് ഇൻവോൾവ് ചെയ്യുന്നത്. സോ വർക്ക് ഈസ് ലെസ് ആൻഡ് ദ പീപ്പിൾ ഇൻവോൾവ്ഡ് ഇൻ ദിസ് ഇസ് മോർ എന്നുള്ളതാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഡ്യൂ ടു ദി നോൺ അവൈലബിലിറ്റി ഓഫ് അഗ്രികൾച്ചറൽ ജോബ്. അപ്പോൾ അവർക്ക് പറ്റിയ അഗ്രികൾച്ചറൽ ജോബ് കിട്ടാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എല്ലാവരും ഈ കിട്ടിയ ഇതിമ തന്നെ കുറേ പേര് അതിമ നിൽക്കുന്നത്. ഇൻ റീസെൻറ്റ് ടൈംസ് ഇന്ത്യ ഹാസ് ബീൻ സക്സസ്ഫുൾ ഇൻ ജനറേറ്റിംഗ് ജോബ്സ് ഇൻ സർവീസസ് ലൈക്ക് IT ഫോർ ദ urban educated class. But our record in creating jobs in rural areas, particularly in manufacturing, has not been good enough. So, still people are not interested to start their startups or venture or entrepreneurship in the rural areas. അവർക്ക് ഇപ്പോഴും പേടിയാണ്, അവരിപ്പോഴും തയ്യാറല്ല, അവരെപ്പോഴും സിറ്റി ലിമിറ്റ് വിട്ട് പോകാൻ തയ്യാറല്ല. പിന്നെ എങ്ങനെയാണ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ഉള്ള ആൾക്കാർ, ഹൗ വിൽ ദേ കം ആൻഡ് ജോയിൻ ഇൻ ദ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്? റൂറൽ ഏരിയാസിൽ ഇൻഡസ്ട്രികൾ കൊണ്ടുവന്ന് സെറ്റപ്പ് ചെയ്താൽ, ബാക്ക്വേർഡ് ഏരിയാസിലൊക്കെ സെറ്റപ്പ് ചെയ്താലാണ് ആ പരിസരത്തുള്ള ആൾക്കാർ വെറുതെയുള്ള അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, ഒരു ബെനിഫിറ്റും ഇല്ലാത്ത അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ബെനിഫിറ്റ് ഉണ്ടാകും when the required number of people involved in it എന്നുള്ളതാണ്. ഇഫ് മോർ പീപ്പിൾ ആർ ദെയർ എന്ന് പറയുമ്പോൾ
അവിടെ വർക്കിൻ്റെ റിസൾട്ട്സ് നമുക്ക് കൃത്യമായിട്ട് ലഭിക്കില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ എക്സസ് ഓഫ് പീപ്പിളിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിലേക്ക് ഡൈവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിച്ചാലാണ് നമുക്ക് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസൊക്കെ ഇൻക്രീസ് ചെയ്യുള്ളൂ, അതേപോലെ തന്നെ എക്കണോമിയിൽ എന്തെങ്കിലും മാറ്റം വരുള്ളൂ. ഓക്കെ, ആൻഡ് ദെൻ ഇസ് വൈഡ് സ്പ്രെഡ് പോവർട്ടി, ദി 6th പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ there are different definitions of poverty, and therefore the number of poor people also varies. The World Bank uses an international poverty line. India accounted for the largest number of people living below international poverty line in 2013. In its report, Poverty Shared Prosperity, the World Bank said that India accounts for 1 in 3 of the poor population worldwide. According to the World Bank, 30% of India's population were poor in 2013. വേൾഡ് ബാങ്കിൻ്റെ കണക്കനുസരിച്ച് 30% ഓഫ് ദി ഇന്ത്യൻ പോപ്പുലേഷൻ പുവർ പീപ്പിൾ ആണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഡെവലപ്ഡ് കൺട്രിയിലേക്ക് വരുന്നത്? In April 2012, the Planning Commission released the figures of poverty estimates in India for 2009-10 based on the recommendations of an expert group headed by Professor Suresh Tendulkar. These estimates showed sharp decline in poverty ratio from 37.2% in 2004-05 to 29.8% in 2009-10 and 21% in 2011-12 എന്നുള്ളതാണ്. അപ്പോൾ പോവർട്ടി ലൈനിൽ മാറ്റം വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇൻഇക്വാലിറ്റി ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈഡ് ഡിസ്പാരിറ്റീസ് നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. Inequalities in India are huge and widening. According to the World Wealth Report in 2015, India had 198,000 high net worth individuals with a combined wealth of $785 billion. At the same time, millions are living in poverty. എത്രത്തോളം നമ്മൾ വെൽത്ത് ഉണ്ട് എന്ന് പറഞ്ഞാലും millions of people, billions of wealth income നമ്മുടെ കയ്യിലുണ്ട്, ബട്ട് മില്യൻസ് ഓഫ് പീപ്പിൾ ആർ ലിവിങ് ഇൻ പവർട്ടി എന്നുള്ളതാണ്. സോ അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈസ് ഇൻഈക്വൽ. വളരെ വ്യക്തമായിട്ടാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത്ര ബില്യൻസ് ഓഫ് ഇൻകം ഉണ്ട്, വെൽത്ത് ഉണ്ടായിട്ട് എന്താ കാര്യം? മില്യൻസ് ഓഫ് പീപ്പിൾ ആർ സ്റ്റിൽ ഇൻ പവർട്ടി. ആൻഡ് ദെൻ ഈസ് inadequate infrastructure. Good infrastructure is an essential requirement of economic growth and development. Even though India's economic infrastructure like road, railways, ports, airports, power stations have improved substantially in recent times, considering the country's huge requirements, available infrastructure is inadequate. എത്രത്തോളം ഗ്രോത്ത് അതേപോലെ തന്നെ പല മാറ്റങ്ങളും നമുക്ക് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഏരിയ, ദാറ്റ് ഈസ് റോഡ്, റെയിൽവേ, പോർട്ട്, എയർപോർട്ട്സ്, ഓക്കെ, പവർ സ്റ്റേഷൻസ് ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പല സ്ഥലത്തും ഈ ഇൻഫ്രാസ്ട്രക്ചർ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും സ്റ്റിൽ ഇൻഅഡിക്വേറ്റ്, പല സ്ഥലത്തേക്കും അഡിക്വേറ്റ് ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇപ്പോഴും ഫുൾ ഫ്ലെഡ്ജ്ഡ് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോഴും പല സ്ഥലങ്ങളിലേക്ക് പോകാനും റോഡില്ല. ഓരോ എന്താ പറയുക, ഒരു ചെറിയ ഐലൻഡിലൊക്കെ നിന്ന് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ അവരവിടെ മാത്രം താമസിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ, അവിടേക്ക് കൃത്യമായിട്ടുള്ള വഴികളില്ല, കൃത്യമായിട്ടുള്ള ബസ് റൂട്ട്സ് ഇല്ല, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇല്ല, എയർപോർട്ട്സ് കുറവാണ്.
അതേപോലെ തന്നെ സീപോർട്സും അതിൻ്റെ ബിസിനസ് ആക്ടിവിറ്റീസും കുറവാണ്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഒരു ഫുൾ ഇമ്പ്രൂവ്മെൻറ്റ് അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും എല്ലായിടത്തേക്കും എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് യെറ്റ് പ്രൊവൈഡഡ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, and now we'll see about the transformation in human resources. Human resourcesൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് നോക്കാം. Low level of literacy and skills created a human resource pool with low level of productivity, ultimately resulting in low production and income. Low level of literacy. Literacy rate increase ചെയ്താൽ മാത്രമാണ് knowledge and skills will also be increased. Literacy rate കുറയും തോറും സ്കിൽഡ് പേഴ്സൺസ് വളരെ കുറവായിരിക്കും. സ്കിൽഡ് പേഴ്സൺസ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കൃത്യമായിട്ട് അവരുടെ ജോലിയിലേക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ അവർ തട്ടിമുട്ടിയും എന്തെങ്കിലും ഒരു അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് ഇങ്ങനെ നേരം കളയും എന്നല്ലാതെ പ്രൊഡക്റ്റീവായിട്ട് ഒന്നും തന്നെ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കില്ല. But during recent times, there has been impressive growth in India's human resources. The rise of the IT industry. IT industry വന്നേ പിന്നെയാണ് ഇന്ത്യക്കൊരു വലിയൊരു മാറ്റം തന്നെ അവിടെ സംഭവിച്ചിട്ടുള്ളത്. ആ ഹ്യൂമൻ റിസോഴ്സസ് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ IT ഫീൽഡിലേക്ക് മാറാൻ ഒരു IT ഇതിനെ എടുത്ത് പഠിക്കാനായിട്ടും പിള്ളേർക്ക് ആ ടെൻഡൻസി കുട്ടികൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് തുടങ്ങിയതും ഇതൊക്കെ ഒരു IT ഇൻഡസ്ട്രി വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളാണ്. Presently, India has one of the largest pools of trained technical, scientific, managerial human resources with fluency in English. പല കൺട്രീസിനെ വെച്ച് നോക്കുമ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ള ഇംഗ്ലീഷ് അറിയാം. But we are not speaking because of fear. തെറ്റിപ്പോവോ, പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കളിയാക്കോ എന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ വായ തുറക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ കൃത്യമായിട്ടുള്ള ഗ്രാമർ നമുക്കറിയാം, എവിടെ എന്ത് യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും, ഇന്ത്യയിൽ ആഫ്റ്റർ IT ഇൻഡസ്ട്രി വന്നതിന് ശേഷം എത്രയോ ആൾക്കാർ ടെക്നിക്കലി സ്കിൽഡ് പേഴ്സൺസിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സ്കിൽഡ് എന്ന് പറയുമ്പോൾ പലതരത്തിൽ ടെക്നിക്കൽ വൈസ് ആയിട്ടും അതേപോലെ തന്നെ മാനേജറിയൽ സ്കില്ലും നമുക്ക് അതേപോലെ തന്നെ ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ്, ഇത് എല്ലാ കാര്യങ്ങളും എക്യുപ്ഡ് ആയിട്ടുള്ള കുറേ പേഴ്സണാലിറ്റീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ദി ഹ്യൂമൻ റിസോഴ്സസ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് എ ലോട്ട് എന്നുള്ളതാണ്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഇൻ ദിസ് സ്പർട്ട് ഇൻ growth rate. India's GDP growth rate in 3 decades following independence was very low. During 1950 to 80, India's growth എന്ന് പറയുന്നത് 3.5% per year ആയിരുന്നു. The growth rate started improving in the 1980s. 1980s തൊട്ടാണ് ഈ ഒരു മാറ്റം നമുക്ക് ഉണ്ടായിട്ടുള്ളത്. Liberalization initiated in 1991. India's growth rate spurted to among best in the world. അപ്പോൾ അങ്ങനെ 1950ക്ക് ശേഷം വന്നിട്ടുള്ള 1950 to 1980 നോക്കുകയാണെങ്കിൽ ഒരു 3% ഗ്രോത്തൊക്കെയാണ് 3.5% ഗ്രോത്തൊക്കെയാണ് ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ആഫ്റ്റർ 1980 കുറച്ചും കൂടിയും നമുക്ക് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ്, ലിറ്ററസി റേറ്റ്, ടെക്നോളജിക്കലി കുട്ടികളെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക, സ്കിൽഡ് പേഴ്സൺസ് ആയിട്ട് മാറ്റുക, അങ്ങനെ കുറേ ഇൻഡസ്ട്രീസും ഓൺടർപ്രണർ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസും ഒക്കെ ഒന്ന് രംഗത്തേക്ക് സ്ട്രോങ് ആയിട്ട് വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും രീതിയിലുള്ള ദറ്റ് ഈസ് മാറ്റങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ആഫ്റ്റർ 1990s നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് തന്നെയാണ് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി എന്താ പറയുക, ഒരു പോവർട്ടി ലൈൻ എന്നൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ മാറിയിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ഹയർ ഇൻകം റേറ്റ് വന്നിട്ടുണ്ട്, അൺഎംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുറേ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ പുതിയ പുതിയ ഇൻഡസ്ട്രീസ് വന്നാൽ മാത്രമേ നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ
ഓരോ പ്രാവശ്യം ബഡ്ജറ്റിൻ്റെ സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺടർപ്രണറൽ ആക്ടിവിറ്റീസിനാണ്. ബിക്കോസ് ഓൺലി ദി ഓൺടർപ്രണറൽ ആക്ടിവിറ്റീസ് ക്യാൻ ബ്രിങ് ചേഞ്ചസ് ഇൻ ഇന്ത്യൻ എക്കോണമി എന്നുള്ളതാണ്. ഒരു നാടിന് ഡെവലപ്മെൻറ്റ് വേണം, ഓൺടർപ്രണറൽ ആക്ടിവിറ്റീസ് വേണം, മാനുഫാക്ചറിങ് യൂണിറ്റ്സ് വേണം, പുതിയ പുതിയ ബിസിനസ് സ്ഥാപനങ്ങൾ രംഗത്തേക്ക് വരണം, പുതിയ ഐഡിയാസ്, പുതിയ എന്താ പ്രൊഡക്റ്റീവായിട്ടുള്ള ഐഡിയാസ് നമുക്കിവിടെ പ്രാവർത്തികമാക്കിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, നല്ല എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, സോ ഇന്ത്യൻ എക്കണോമീനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ രീതിയിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇനി വരും ഓരോ ക്ലാസ്സുകളിൽ നമുക്ക് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, വാട്ട് ആർ ദ മെയിൻ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഇന്ത്യ എന്നുള്ളതൊക്കെ നോക്കാം. എംപ്ലോയ്മെൻ്റ് ആണോ, അൺഎംപ്ലോയ്മെൻ്റ് ആണോ, അൺഎംപ്ലോയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര ടൈപ്സ് ഉണ്ട്, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് കമ്മിങ് ക്ലാസ്സസിൽ നമുക്ക് നോക്കുന്നത്. ഓക്കെ, സോ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. താങ്ക് യു.